ഹലോ ഗൈസ്, ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഈസി ആൻഡ് ടേസ്റ്റി സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഈ ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കും ഉള്ളി വെച്ചിട്ടുള്ള എന്തോ ഐറ്റമാണെന്ന്. ഉള്ളി നമ്മൾക്ക് സൈഡായിട്ട് വേണ്ട ഒരു കാര്യമാണ്, എന്നാൽ മെയിൻ ആളല്ല. അപ്പോൾ അതാ ഞാൻ നമ്മളുടെ സിമ്പിൾ റെസിപ്പിയിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയുള്ളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അതേപോലെ ഒരു കുറച്ച് വെളുത്തുള്ളി. ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. അപ്പം അത് വേണം. ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പുളിശ്ശേരി. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, പുളിശ്ശേരിയാണോ ഇപ്പോൾ എത്ര കാര്യമായിട്ട് ഉണ്ടാക്കുന്നത്, എന്താ നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലല്ലേ പുളിശ്ശേരി വെക്കുന്നത്. ഇപ്പം നമ്മൾ പാലായിൽ വെക്കുന്ന പുളിശ്ശേരി ആയിരിക്കത്തില്ല തൃശ്ശൂർ വെക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരത്തില്ലേ. അതേപോലെ പുളിശ്ശേരിയിലല്ലേ എല്ലാ കറികളിലും ഓരോരോ നാട്ടിൽ വെക്കുന്ന സ്റ്റൈൽ വെച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ടേസ്റ്റല്ലേ അതിന് വരുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന പുളിശ്ശേരി ആവണമെന്നില്ല എക്സാക്ട് കോട്ടയത്ത് ഉള്ളവർ വെക്കുന്നത്. അപ്പം ചെറിയൊരു ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരും. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് സാധാ ഒരു പുളിശ്ശേരിയല്ല, ഇതാണ് കുറുക്ക് പുളിശ്ശേരി. കുറുക്ക് പുളിശ്ശേരി എന്താണെന്നല്ലേ, അതും ഞാൻ ഈ ഇടയ്ക്കാണ് അറിയുന്നത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന്. നമ്മൾ സാധാ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, കുറുക്ക് പുളിശ്ശേരി കഴിക്കണമെന്ന് എനിക്കും ഒരു കൊതിയായി. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാനും അതങ്ങ് ട്രൈ ചെയ്തു, എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ നോർമലി പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ചെറിയുള്ളി, അതേപോലെ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. തൊട്ടിപ്പുറത്ത് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് എൻ്റെ കൈ അങ്ങ് പോകുന്നത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ചെമ്മീനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതൊന്ന് ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുക്, ഉലുവ അതൊക്കെ ഇട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നോർമൽ പുളിശ്ശേരിയുടെ പ്രൊസീജിയേഴ്സ് തന്നെ, അതിലൊരു വ്യത്യാസമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇങ്ങനെ ആണോ എന്ന് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചെറിയുള്ളി പേസ്റ്റില്ലേ, ജീരകമൊക്കെ ചേർത്ത് ആ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാരണ മോര് കറി ഉണ്ടാകുന്നത്, നമ്മളവിടെ മോര് കാച്ചിയത് എന്നാണ് പറയുക. മോര് കറി എന്ന് പറയുന്നത് കുമ്പളങ്ങയോ കപ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഇട്ട് കറി വെക്കുമ്പോഴാണ് ഒരു മോര് കറി. ഇല്ലെങ്കിൽ നമുക്കത് മോര് കാച്ചിയതാണ്. സാധാരണ മോര് കാച്ചുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളക്. ഈ വറ്റൽമുളക് എന്നുള്ളത് ഞാൻ കുറച്ചിതായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ വത്തൽമുളക് എന്ന് പറയും. കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ കളറിന് ആവശ്യത്തിന്, പുളിശ്ശേരിയുടെ കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി. ഓൾറെഡി നമ്മളിവിടെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വറ്റൽമുളകിന് എരിവുണ്ടാവും. അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം മുളക് പൊടി ചേർക്കുക. നിങ്ങളിട്ട വറ്റൽമുളകിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാവുള്ളൂ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് ഇനി ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഈ മിക്സുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. പച്ചമണം ഒന്ന് മാറി വരുമ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ തൈര്, നല്ല കട്ട തൈരായിരുന്നു. അതിന് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മിൽമയുടെ തൈരാണ് കേട്ടോ വാങ്ങാറ്. മുമ്പ് എപ്പോഴും ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു മിൽമയുടെ തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തോ എനിക്കതാണ് കംഫർട്ട്. അപ്പോൾ ആ മിൽമയുടെ തൈര് ഞാൻ നല്ലതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി നല്ലതുപോലെ കുറുകി വറ്റിച്ചെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ കളറില്ല എന്നുള്ളത് നമ്മൾ കാര്യമാക്കണ്ട, പക്ഷെ ഇത് കുറുകി വറ്റി വരുമ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറുകി വരുന്ന ഒരു പരുവാണ് കേട്ടോ. നമ്മളിത് ഇളക്കി വരുമ്പോൾ തന്നെ അറിയാം, ഇത് കുറുകുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നത്. അപ്പോൾ ഒരു കുറുകിയ പരുവം വരുമ്പോൾ നമ്മളിത് ഇളക്കുമ്പോൾ കുറച്ച് കട്ടി ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ കുറുകി നമ്മൾക്ക് ആവശ്യമുള്ള, കാരണം ഇത് ഇപ്പോൾ കുറുകിയാലും ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ വീണ്ടും ഇരുന്ന് ഒന്നും കൂടി തണുത്തിട്ട് വീണ്ടും കുറുകും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് എന്തോരം കുറുകണമെന്ന് നോക്കി സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഞാൻ എന്താ നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ള ഉപ്പ് ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തില്ല. നല്ലോണം കുറുകി വറ്റി ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തത്. നമ്മുടെ കുറുക്ക് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് എനിക്കിഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ നമ്മുടെ കുറുക്ക് പുളിശ്ശേരി, ചെമ്മീൻ ഫ്രൈ ആൻഡ് പയർ മെഴുക്ക് പുരട്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.